السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. وجادوا بأموال وباعوا نفوسهم لدين الهدى في كل موطن غزوتي. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സയ്യിദ് അവറുകളെ, മറ്റു വേദിയിലുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന നാട്ടുകാരെ, വളരെ മഹത്തായ, വളരെ ബറക്കത്തുള്ള മജ്ലിസിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹ്ലറത്തുൽ ബദരിയ, അതുപോലെ തന്നെ ഏറ്റവും വലിയ റാത്തീബ് ഹദ്ദാദ് റാത്തീബും മദ്ഹ് ഗാനങ്ങളും നടന്ന മജ്ലിസാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളിൽ പലരും ബദരീങ്ങളിൽ ആരാണ് ബദരീങ്ങൾ എന്ന് ശരിക്കും അറിയാതെ പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ആരാണ് ബദരീങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ബദരീങ്ങളെ കുറിച്ചുള്ള മഹത്വം പരിശുദ്ധ ഖുർആനിൽ ഉടനീളം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. മഹാന്മാരായ ബദരീങ്ങൾ ഉണ്ടല്ലോ, ബദർ ശുഹദാക്കൾ ഉണ്ടല്ലോ, അവർ നിങ്ങൾ മരിച്ചുപോയവരാണെന്ന് കരുതി പോകരുത്. അവർ ഭൗതികമായ ലോകത്ത് മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ. അല്ലാഹുവിന്റെ വഴിയിൽ ത്യാഗം ചെയ്ത് ശുഹദാക്കളായ ആ മഹാന്മാരുണ്ടല്ലോ, ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് താൽക്കാലികമായി വിട പറഞ്ഞു എന്നേ ഉള്ളൂ. അവർ മരിച്ചുപോയി, എന്നേക്കുമായി മരിച്ചുപോയവരാണെന്ന് നിങ്ങൾ കരുതരുത്. അവർ നാഥനായ പടച്ചറപ്പിന്റെ മുമ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടതൊക്കെ പടച്ചറപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ബദരീങ്ങളെ പേര് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ മഹത്വം നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ബറക്കത്ത് നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ബദരീങ്ങളെ പേര് പറഞ്ഞിട്ട് ദ്വാരക്കുന്ന മജ്ലിസ് മുസ്തജാബു ദഅവയാണെന്ന് മഹാന്മാർ എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ പൂർവികരായ മഹാന്മാരൊക്കെ ബദരീങ്ങളെ തവസ്സുൽ ചെയ്തിട്ടാണ് അവരെ പ്രധാന കാര്യങ്ങളൊക്കെ തുടങ്ങാറുണ്ടായത്. എന്തിലധികം വേണം, ഈ അടുത്തുള്ള ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് അൽമദീനയിലാണ് ഞാൻ പഠിച്ചത്. മഹാനായ ശൈഖുന അബ്ബാസ് ഉസ്താദ് ഏത് കാര്യത്തിലേക്കും നീങ്ങുമ്പോഴും അവിടെ നിന്ന് തുടങ്ങാറുള്ളത്, ഏത് കാര്യം തുടങ്ങുമ്പോഴും ഫസ്റ്റ് അസ്മാഉൽ ബദർ ചൊല്ലിക്കൊണ്ടാണ് മഹാനവറുകൾ തുടങ്ങല്. എന്നിട്ട് യതീം കുട്ടികളെ കൊണ്ട് ദുആരിപ്പിക്കും. എല്ലാ മഹാന്മാരും അങ്ങനെ തന്നെയാണ്. ആ ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയിട്ടുള്ള ദുആ അത് മുസ്തജാബു ദഅവയാണെന്ന് ലോക പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ബദരീങ്ങളെ പവർ എന്താണെന്ന് ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. റിഫാഅ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഒരു ദിവസം ജാഅ ജിബ്രീലു ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കടന്നു വന്നു.
ഫഖാല, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, മാ തഉദ്ദൂന അഹ്ല ബദരിൻ ഫീകും, നിങ്ങളിൽ ബദരീങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുക, എങ്ങനെയാണ് അവരെ നിങ്ങൾ കണക്കൂട്ടുക, എങ്ങനെയാണ് നിങ്ങൾ അവരെ വിലയിരുത്തുക? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളിൽ ഉന്നത പദവിയുള്ളവരാണ്. ബദരീങ്ങളെ കവച്ചു വെക്കുന്ന ഒരു സ്ഥാനം മറ്റൊരാൾക്കുമില്ലെന്ന് ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ബദരീങ്ങളെ പേര് ചൊല്ലിയ മജ്ലിസാണ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, വകദാലിക മൻ ഷഹിദ ബദ്റൻ മിനൽ മലായിക, മലക്കുകളെ കൊണ്ട് ബദരിൽ അല്ലാഹു തആല സഹായം കൊടുത്തിട്ടുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആനിൽ നേരത്തെ ഞാൻ ഓതിയത്, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ, ബദരിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. വഅൻതും അദില്ല, നിങ്ങൾ വളരെ തുച്ഛമായ ആൾക്കാരാണ്. ശത്രുപടത്ത് ഒരുപാട് ആൾക്കാർ ഇരിക്കുമ്പോഴും നിങ്ങൾ തുച്ഛമായ സമയത്ത് ഞങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെ? മലക്കുകളെ ഇറക്കിക്കൊണ്ട്. ആ മലക്കുകളെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതർ ആരാണ്? ബദറിൽ പങ്കെടുത്ത മഹത്തുക്കളായ മലക്കുകളെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു. അപ്പൊ ബദറിൽ പങ്കെടുത്ത മഹാന്മാർ അവർ ചില്ലരക്കാരല്ല എന്ന് നമുക്ക് ഹദീസിൽ പഠിച്ചു മനസ്സിലാക്കി. തീർന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ ബദരീങ്ങളെ കുറിച്ച് മഹത്വം നമ്മൾ അറിയണം. അറിഞ്ഞുകൊണ്ടാണ് ആ ബദറിലെ ബദരീങ്ങളെ പേര് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആ ഒരു ഇഖ്ലാസും ആത്മാർത്ഥതയും വേണം. നമ്മൾക്ക് അവർ ആരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ചില ആളുകൾ ഇങ്ങനെ പേര് വായിക്കും, പക്ഷെ ഒരു തർലിയത്ത് പോലും ചെല്ലില്ല. തർലിയത്ത് ചെല്ലാതെ നമ്മളെ ഉസ്താദന്മാരൊക്കെ അങ്ങനെയാ പഠിപ്പിച്ചത്. തർലിയത്ത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അസ്മാഉൽ ബദറൊക്കെ ചെല്ലണം. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. കൂടുതൽ പറയുന്നില്ല, എൻ്റെ കർത്തവ്യം ഉദ്ഘാടനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരൊക്കെ നമ്മളെ ഉസ്താദ്മാരൊക്കെ അങ്ങനെയാണ്, എല്ലാ ദിവസവും ബദരീങ്ങളെ പേര് ചെല്ലും. ഞാൻ പഠിച്ചിരുന്ന ദർസാണ് മഹാനായ ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് മെദു, എൻ്റെ ഉസ്താദ് അവർകൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു കൊടുക്കട്ടെ. ഇപ്പോൾ നിലവിൽ ഉസ്താദ് അവർക്ക് സ്ഥാപനമുണ്ട് ഡമ്മങ്കര കൊരിങ്കില എന്ന് പറയുന്ന സ്ഥലത്ത്. ഇൻഷാ അല്ലാഹ് അടുത്ത് ഫെബ്രുവരി 19-ാം തീയതി അവിടെ ദർസിന്റെ വാർഷിക പരിപാടി ഉണ്ടാവും. അതിൽ മദനിയ മജ്ലിസും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് എല്ലാവരും അന്ന് സാധിക്കുമെങ്കിൽ അവിടേക്ക് എത്തണം. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ആ ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്ന കാലം മുതൽ ഇന്നും അവിടെ നടക്കുന്ന എല്ലാ സുബഹി നിസ്കാരത്തിന് ശേഷം അസ്മാഉൽ ബദർ ചൊല്ലി ദുആരക്കും എല്ലാ ദിവസവും. അത് മഹാന്മാർ പതിവാക്കിയതാണ്. വിലായത്തിന്റെ പദവി വരെ ചിലർക്ക് കൊടുത്തു അല്ലാഹു. എന്തുകൊണ്ട്? അസ്മാഉൽ ബദർ ചൊല്ലിക്കൊണ്ടാണ്. അസ്മാഉൽ ബദർ ചൊല്ലിയാൽ വിലായത്തിന്റെ പദവി വരെ അല്ലാഹു തആല കൊടുക്കും. അല്ലാഹു തആല നമ്മൾക്ക് അതുപോലെ പ്രവർത്തിക്കാനും ഇഖ്ലാസോട് കൂടെ ചെല്ലാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആനിന്റെ വാക്യം കൊണ്ട് ഈ വേദി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.